കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. വിശ്വാസമെന്നതോ ആശിക്കുന്നതിന് ഉറപ്പും അത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്ഭുതങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരേ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾക്കത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അത് ലഭിച്ചുവെന്ന് വിശ്വസിക്കണം. യേശു എൻ്റെ ജീവിതത്തിൽ ഇത് തന്നുവെന്ന് നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കണം. അതരങ്ങൾ കൊണ്ട് പറയണം, യേശുവെ എനിക്കിത് ലഭിച്ചിരിക്കുന്നു, നന്ദി പറയുന്നു. നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് യേശുവിന് നന്ദി പറയുകയാണ്. എനിക്ക് ലഭിച്ചു യേശുവെ, ഇത് ലഭിച്ചതിന് ഓർത്ത് നന്ദി. അങ്ങനെ നിങ്ങൾ യേശു ക്രിസ്തുവിനെ വാഴ്ത്തുകയും അവിടുത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നീ നനയ്ക്കുന്ന കാര്യങ്ങൾ നിനക്ക് ശുഭമായി ഭവിക്കും. നിൻ്റെ പാതകൾ നേരെയാകും. വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ വചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വചനം വിശ്വസിക്കാം. തീർച്ചയായും യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യും. കാരണം യേശുവിൻ്റെ വചനങ്ങൾ അത് ഫലരഹിതമായി തിരിച്ചു പോകുന്നില്ല, അത് ഫലം പുറപ്പെടുവിക്കുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്. നമ്മളെ ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ സംശയിക്കാതെ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അത്ഭുതങ്ങളെ കാണാൻ സാധിക്കും. അതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ആഗ്രഹം, അത് ലഭിച്ചതായി വിശ്വസിക്കുകയും നന്ദി പറയുകയും ചെയ്യുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പറിലേക്ക് എഴുതി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതി വെക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ആ ആഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഒരു കാര്യം കൂടെ ചെയ്യാം. യേശുവേ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിക്കുക. യേശുവേ, ഞാനൊരു പാപിയാണ്, എന്നോട് ക്ഷമിക്കണമേ. കാരണം യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് നമ്മളെ പാപങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടിയാണ്. യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. കാരണം യേശു ക്രിസ്തു നമ്മുടെ ആത്മാവിനെ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ ഭൂമിയിലെ വാസത്തിന് ശേഷം നമുക്ക് ലഭിക്കാനിരിക്കുന്ന നിത്യജീവൻ യേശു ക്രിസ്തുവിലൂടെ സാധ്യമാകുന്നു. വഴിയും സത്യവും ജീവനുമായ യേശു നമുക്ക് നൽകുന്ന നിത്യരക്ഷ, നിത്യജീവൻ അത് അവനിലൂടെ നമുക്ക് സ്വന്തമാക്കാം. അപ്പം യേശു നമുക്ക് വേണ്ടി കുരിശിൽ യാഗമായി തീർന്നത്, കുരിശിൽ മരിച്ചത്, യൂതന്മാരാൽ അതിദാരുണമായി പീഡാസഹനങ്ങളേറ്റ് മരിച്ചത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ്. അവൻ ദൈവമായിരുന്നിട്ടും അവൻ തന്നെ ശൂന്യനാക്കി ആ മരണത്തിന് വിധേയനായി തീരുകയാണ് ചെയ്യുന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി. അതുകൊണ്ട് യേശു മരിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് തീർച്ചയായും നിനക്കൊരു ശുഭമായ ഭാവിയുണ്ട്. തീർച്ചയായും യേശു നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വിടുവിക്കുകയും ചെയ്യും. നിൻ്റെ പ്രശ്നങ്ങളിൽ യേശു ഇടപെടും. ലഭിച്ചുവെന്ന് വിശ്വസിക്കുക. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ആമേൻ.